കന്നഡ സിനിമയിലെ സൂപ്പർ താരം, നിർമ്മാതാവ്, മികവാർന്ന അഭിനയം കൊണ്ട് വിമർശകരെ കൊണ്ടുപോലും കയ്യടിപ്പിച്ച നടൻ ദർശൻ എന്ന താരപുത്രന് വിശേഷണങ്ങൾ ഇനിയുമുണ്ട്. എന്നാൽ വ്യക്തിജീവിതത്തിലേക്ക് നോക്കിയാൽ വകതിരിവ് വട്ടപൂജ്യം എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. സാൻഡൽവുഡിലെ റൌഡി എന്ന് വിളിക്കുന്ന ദർശൻ താൻ അഭിനയിച്ച സിനിമകളേക്കാൾ കേസുകളുടെ എണ്ണത്തിലാണ് മുന്നിൽ നിൽക്കുന്നത്. ഗാർഹിക പീഡനം, അവിഹിതം, വിവാദ പരാമർശങ്ങൾ, ദർശന് പിടിച്ച പുലിവാലുകൾക്ക് കയ്യും കണക്കുമില്ല. ഇപ്പോഴിതാ കൊലപാതക കേസിലും അറസ്റ്റിലായി. സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിലാണ് രേണുകാസ്വാമി എന്ന 33-കാരനെ കൊന്ന് മൃതദേഹം ഓടയിൽ തള്ളിയത്. ഗൂഢാലോചനയിൽ ദർശന് നേരിട്ട് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മുതിർന്ന കന്നഡ നടൻ തൂഗുദീപ ശ്രീനിവാസന്റെ മകനാണ് ദർശൻ. 2001 മജസ്റ്റിക് എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ വേഷമിട്ട ദർശൻ മികച്ച നടനുള്ള കർണാടക സർക്കാരിന്റെ പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട്. പോലീസും കേസുകളും ദർശനെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമല്ല. 2011 ഭാര്യ വിജയലക്ഷ്മിയുടെ ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് ദർശനെ അറസ്റ്റ് ചെയ്തിരുന്നു. ദർശൻ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും ചെവിക്ക് 4 തുന്നലുകൾ വേണ്ടിവന്നെന്നും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചുവെന്നും വിജയലക്ഷ്മി ആരോപിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിജയലക്ഷ്മി ICUവിൽ ചികിത്സയിലായിരുന്നു. ഭാര്യയുമായുള്ള വഴക്കിനിടെ 3 വയസ്സുകാരനായ സ്വന്തം മകനെയും ദർശൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. പരാതിയെ തുടർന്ന് ദർശനെ പരപ്പനാഗ്രഹാരത്തിൽ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ഇത് ദർശന്റെ ആരാധകരെ ചൊടിപ്പിച്ചു. ബംഗളൂരുവിലെ വിജയനഗർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ ദർശന്റെ ആരാധകർ ബസ്സുകൾ കത്തിച്ചു. ആരാധകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിച്ചാർജ് നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് മുതിർന്ന താരങ്ങളായ അംബരീഷും ജഗ്ഗേഷും ചേർന്ന് വിജയലക്ഷ്മിയുമായുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. കോണിപ്പടിയിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്കേറ്റതെന്ന് പറഞ്ഞ് വിജയലക്ഷ്മി പിന്നീട് പരാതി പിൻവലിച്ചു. 2016 വിജയലക്ഷ്മി വീണ്ടും ദർശനെതിരെ പരാതി നൽകിയിരുന്നു. നേരത്തെ വളർത്തുനായകളെ ഉപയോഗിച്ച് യുവതിയെ ആക്രമിച്ചെന്ന പരാതിയിൽ ദർശനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തിട്ടുണ്ട്. വീടിന് സമീപം കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ദർശന്റെ സഹായികളുമായി വാക്കുതർക്കമുണ്ടായതിനു പിന്നാലെ അവിടുത്തെ വളർത്തുനായ്ക്കൾ തന്നെ ആക്രമിച്ചെന്ന് യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. 2023 ഹിന്ദു ദേവതയായ ലക്ഷ്മി ദേവിയെക്കുറിച്ച് അധിക്ഷേപ പരാമർശം നടത്തിയതിന് ദർശനെതിരെ വലിയ ജനരോക്ഷം ഉയർന്നിരുന്നു. ക്രാന്തി എന്ന സിനിമയുടെ പ്രചാരണത്തിനിടെയായിരുന്നു സംഭവം. ഭാഗ്യദേവത എപ്പോഴും നിങ്ങളുടെ വാതിലിൽ വന്ന് മുട്ടുകയില്ല. അവൾ വരികയാണെങ്കിൽ പിടിക്കുകയും വലിച്ചിടുകയും വസ്ത്രം നൽകാതെ നിങ്ങളുടെ റൂമിൽ പൂട്ടിയിടുകയും വേണം എന്നായിരുന്നു ദർശന്റെ പരാമർശം. മതവികാരം വ്രണപ്പെടുത്തിയെന്ന് കാണിച്ച് വലിയ പ്രതിഷേധമാണ് അന്നുയർന്നത്. കൂടാതെ ഒരു ചടങ്ങിൽ വെച്ച് ഇയാൾക്കെതിരെ ചെരിപ്പേറുണ്ടാവുകയും ചെയ്തു. 2024 ജനുവരിയിൽ മൈസൂരിലെ തന്റെ ഫാം ഹൌസിൽ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന ദേശാടന പക്ഷികളെ വളർത്തിയതിന് ദർശനും ഭാര്യയ്ക്കും ഫാം ഹൌസ് മാനേജർ നാഗരാജനുമെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കർണാടക വനംവകുപ്പ് കേസെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം കാട്ടേറ എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം ബംഗളൂരുവിലെ ഒരു ബാറിൽ വെച്ച് നടത്തിയതും പ്രശ്നമായിരുന്നു. പുതുവർഷ രാത്രിയിൽ നടത്തിയ പാർട്ടി രാത്രി 1 മണി വരെ നീണ്ടുപോയതിനാൽ നടനെതിരെ അധികൃതർ നോട്ടീസ് അയച്ചിരുന്നു. ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ദർശനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ചിത്രദുർഗയിലെ അപ്പോളോ ഫാർമസി ശാഖയിൽ ജോലി ചെയ്യുകയായിരുന്നു രേണുകാസ്വാമി. ദർശന്റെ സുഹൃത്തായ പവിത്രയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയ ദർശൻ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സുമനഹള്ളി പാലത്തിന് സമീപമുള്ള അഴുക്കുചാലിൽ തള്ളുകയായിരുന്നു. ദർശന്റെ സഹായികളും ചിത്രദുർഗയിലെ ദർശന്റെ ഫാൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രാഘവേന്ദ്രയും തമ്മിലുള്ള ഫോൺ കോൾ രേഖകളാണ് കേസിൽ നിർണായകമായത്. അതേസമയം കസ്റ്റഡിയിലുള്ള ദർശനും സംഘത്തിനും VIP പരിഗണനയാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നടനും കൂട്ടാളികൾക്കും ബിരിയാണി നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് 4-5 കവറുകളിലായി ബിരിയാണി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അന്നപൂർണേശ്വരി നഗർ പോലീസ് സ്റ്റേഷനിലാണ് ദർശനും സംഘവും ഉള്ളത്. ബംഗളൂരു കോടതി 6 ദിവസത്തേക്ക് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ദർശനും പവിത്രയും അടക്കം കേസിൽ ഇതുവരെ 17 പേരെയാണ് അറസ്റ്റ് ചെയ്തത്.